നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലെസൺസ് എടുക്കുമ്പോൾ എങ്ങനെ അഫോർഡബിലിറ്റിയുടെ കാര്യം പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രധാന വിഷയമാണ്. അതായത് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ടിപ്പാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. നാട്ടിൽ നിന്നും വണ്ടി ഓടിച്ച് പഠിച്ച് വന്നവർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റോഡിലെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ, ഹസാർഡ് പെർസെപ്ഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഇവർ പൊതുവെ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെപ്പോഴും വണ്ടികളെ നോക്കിയിട്ടാണ് നമ്മളതിനെ റിയാക്ട് ചെയ്യുക. ഒരു ജംഗ്ഷനിൽ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ 4 സൈഡിൽ നിന്നും വണ്ടി വരികയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ആ വണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു, ഈ വണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് എടുത്തു പോകാം എന്നുള്ളൊരു അപ്രോച്ചാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റണം. അതായത് ഇവിടെ നമ്മുടെ പ്രയോറിറ്റി ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടുത്തെ റോഡ് മാർക്കിംഗ് എന്ത് പറയുന്നു, ഇവിടുത്തെ റോഡ് സൈൻ എന്ത് പറയുന്നു, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയും വണ്ടികളെ ശ്രദ്ധിക്കുന്ന കാരണം നമ്മൾക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റക്ക് ആവാറുണ്ട്. ഇതാണ് പൊതുവെ ആളുകൾക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം. ഇനി ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾക്ക് ക്ലാസ്സസ് കുറയ്ക്കാനും അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഈ പറയുന്ന റോഡ് ഒബ്സർവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലിറ്ററലി നമ്മൾ റോഡിൽ നടക്കുക. അതായത് നമ്മൾ ബിസി ആയിട്ടുള്ള ജംഗ്ഷനിൽ പോയി കുറച്ച് നേരം നിന്ന് ഒബ്സർവ് ചെയ്യുക, എന്താണ് ഈ വണ്ടികൾ ചെയ്യുന്നത്, എന്തിനാണ് ഇവർ നിർത്തുന്നത്. അതല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ബസ് എന്ന് പറയുന്ന ഡബിൾ ബസ്സുകളുണ്ട്. അപ്പോൾ അതിൽ മേളത്തെ ഫ്ലോറിൽ പോയി ഫ്രണ്ട് സീറ്റ് ഇരുന്നിട്ട് നമ്മൾ തന്നെ ഡ്രൈവറാണെന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ റോഡിൽ കാണുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇതും അല്ലെങ്കിൽ സൈക്ലിംഗ്, ഇന്നിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് സൈക്കിൾ പോലും കിട്ടുന്നൊരു ഓപ്ഷനാണ്. എടുക്കുക, ഒരു സൈക്കിൾ എടുക്കുക, ലിറ്ററലി ഈ പറയുന്ന ജംഗ്ഷൻസിലൂടെയൊക്കെ ഒന്ന് ചവിട്ടിയും നടന്നും പോയി കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് നിങ്ങൾ ഒരു ലെസൺസിന് വീണ്ടും പോകുമ്പോൾ നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഭയങ്കര ബെറ്റർ ആയിരിക്കും. മാത്രമല്ല ഭയങ്കര എഫിഷ്യൻറ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലെസൺസ് കുറച്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ബേസിക്സ് പഠിക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടേതായിട്ടുള്ള ഔട്ട്സൈഡ് ലെസൺസിലുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെസൺസ് കുറയുകയും നിങ്ങൾ എഫിഷ്യൻ്റായിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ലെറ്റ്സ് ചെയ്യാം.